പ്രവേശനോത്സവം. അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ വിദ്യാലയമുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഓരോ കുരുന്നുകളുടെയും ജീവിതത്തിലെ അവിസ്മരണീയമായ ദിനം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ എന്ന മനോഹര ഗാനത്തോടൊപ്പം തമ്പലക്കാട് ഗവൺമെൻറ് സ്കൂളിലെ കുസൃതി കുരുന്നുകൾ ആടിപ്പാടി. നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ അമ്പിളി ഉണ്ണികൃഷ്ണൻ കുട്ടികൾക്കെല്ലാവർക്കും സമ്മാനങ്ങൾ കൈമാറിയപ്പോൾ അവരുടെ കുസൃതി വിടർന്ന മെഴിക്കോണുകളിൽ ഒരു കൗതുക ലോകം വന്നണഞ്ഞു. ഓരോ കുട്ടികളെയും തൊപ്പിയും ബലൂണുകളും മറ്റ് സമ്മാനങ്ങളും നൽകി ഞങ്ങൾ ഹർഷാരവത്തോടെ ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തു. കൂടാതെ ഇവിടുത്തെ കൊച്ചുമിടുക്കർ അവതരിപ്പിച്ച പ്രോഗ്രാമുകൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. പ്രവേശനോത്സവത്തിൻ്റെ മാധുര്യത്തോടൊപ്പം പായസവും നൽകി ഇരട്ടി മധുരത്തോടെ കുരുന്നുകളെ ഞങ്ങൾ ഈ വിദ്യാലയത്തിലേക്ക് ആനയിച്ചു. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഹരിതാഭവർണ്ണങ്ങളുമായി കുട്ടികൾ സ്കൂൾ അങ്കണത്തിലേക്ക് പാറിയെത്തി. പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ കയ്യിലേന്തിയ അവർ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രാധാന്യം ഏവരെയും ഓർമ്മിപ്പിച്ചു. വാർഡ് മെമ്പർ അമ്പിളി ഉണ്ണികൃഷ്ണൻ സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈ നട്ട് കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം പകർന്നു നൽകി. കാഞ്ഞിരപ്പള്ളി ഫെഡറൽ ബാങ്ക് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പേരത്തൈകൾ സമ്മാനമായി നൽകി. ഈ പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും വൃക്ഷത്തൈകൾ നൽകിയ ഫെഡറൽ ബാങ്കിനെയും അവിടുത്തെ സ്റ്റാഫിനെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിൽ പൊൻകുന്നം സിവിൽ എക്സൈസ് ഓഫീസറായ നവാസ് കെ.എ നയിക്കുന്ന ബോധവൽക്കരണ ക്ലാസ് നടത്തി. രക്ഷകർത്താക്കൾക്കായി നടത്തിയ ക്ലാസ് വളരെ വിജ്ഞാനപ്രദമായിരുന്നു. സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മിസ്ട്രസ് ലഹരി വിരുദ്ധ സന്ദേശം പകർന്നു നൽകി. കുട്ടികളെല്ലാവരും ലഹരിക്കെതിരെയുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കുകയും തങ്ങൾ ഒരിക്കലും ലഹരിക്ക് അടിമകളാവില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് സ്കൂളിൽ കുട്ടികൾക്കായി സുംബ നൃത്ത പരിശീലനം നടത്തുകയും കുട്ടികൾ വളരെ ഭംഗിയായി തന്നെ സുംബ ഡാൻസിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. ഹരിത കേരള മിഷൻ്റെ നിർദ്ദേശപ്രകാരം ചങ്ങാതിക്കൊരു മരം എന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ ജൂലൈ 2 ഈ പ്രോഗ്രാം നടത്തി. കുട്ടികളെല്ലാവരും ഉത്സാഹത്തോടു കൂടി തങ്ങളുടെ കൂട്ടുകാർക്ക് സമ്മാനിക്കാനായി വിവിധ തരം വൃക്ഷത്തൈകൾ കൊണ്ടുവന്നു. രാവിലെ തന്നെ ഹെഡ് മിസ്ട്രസിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ പരസ്പരം തൈകൾ കൈമാറി. കുട്ടികൾക്കിതൊരു നവ്യാനുഭവം ആയിരുന്നു. ഓരോ കുരുന്നുകളും തങ്ങൾക്ക് കിട്ടിയ തൈകൾ വളരെ പ്രതീക്ഷാപൂർവ്വം ഏറ്റുവാങ്ങി. തങ്ങൾക്ക് കിട്ടിയ തൈകൾ നട്ടുവളർത്തി പരിപാലിക്കും എന്ന് കുട്ടികൾ അറിയിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരിലും പ്രത്യാശയുടെ പുതുകിരണങ്ങൾ നാം വിട്ടു. ചാന്ദ്രദിനം. രാവിലെ പ്രത്യേക അസംബ്ലി നടത്തുകയും കുട്ടികൾക്ക് ചാന്ദ്രദിനത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. പ്രൊജക്ടറിൽ ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു. ആകാശവിസ്മയങ്ങൾ കുട്ടികൾ വലിയ സ്ക്രീനിൽ ദർശിച്ചു. ചാന്ദ്രദിന പോസ്റ്ററുകൾ കുട്ടികൾ വളരെ മികവുറ്റ രീതിയിൽ തയ്യാറാക്കി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രക്ഷകർത്താക്കളും കുട്ടികളും രാവിലെ തന്നെ സ്കൂളിലെത്തി. വാർഡ് മെമ്പർ അമ്പിളി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തുകയും ഹെഡ് മിസ്ട്രസ് സിന്ധു കെ.ഡി സ്വാതന്ത്ര്യദിന സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകുകയും ചെയ്തു. തുടർന്ന് അധ്യാപകരും കുട്ടികളും ചേർന്ന് തയ്യാറാക്കിയ സ്വാതന്ത്ര്യദിന പതിപ്പ് വാർഡ് മെമ്പർ പ്രകാശനം ചെയ്തു. കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന ക്വിസ്, പതാക നിർമ്മാണം എന്നീ മത്സരങ്ങൾ നടത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. നമ്മുടെ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ധീര ജവാന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ കുരുന്നുകൾ മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരം നടത്തി. നമ്മുടെ സ്കൂളിൽ വളരെ വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തി. അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളും ചേർന്ന് രാവിലെ അത്തപ്പൂക്കളം ഇട്ടു. തുടർന്ന് കുട്ടികളുടെ ഓണക്കളികൾ നടത്തി. കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തി മോം ആൻഡ് ചൈൽഡ് ഫോട്ടോ കോൺടെസ്റ്റ് നടത്തി. ഈ പരിപാടിയിൽ രക്ഷകർത്താക്കളും കുട്ടികളും ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും പരിപാടി വിജയിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് എല്ലാവരും വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ചു. അധ്യാപകരും രക്ഷകർത്താക്കളും ഓണസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഓണസദ്യ കഴിച്ചപ്പോൾ ഈ ഓണം വളരെ മാധുര്യമുള്ളതായി തീർന്നു.
കൈകഴുകൽ ദിനമായ ഒക്ടോബർ 15-ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ശ്രീമതി അനുമോൾ അനീഷ് സ്കൂളിലെത്തുകയും കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കുകയും ചെയ്തു. കൈ കഴുകേണ്ടതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വളരെ വ്യക്തമായി സിസ്റ്റർ കുട്ടികളെ കാണിച്ചു കൊടുത്തു. കുട്ടികളുടെ ശുചിത്വ ബോധം വർദ്ധിപ്പിക്കാൻ സിസ്റ്ററിൻ്റെ ക്ലാസ്സിലൂടെ സാധിച്ചു. തുടർന്ന് അധ്യാപകർ കുട്ടികളെ കൊണ്ട് കൈ കഴുകുന്ന വിവിധ ഘട്ടങ്ങൾ ചെയ്യിച്ചതിലൂടെ സിസ്റ്റർ പറഞ്ഞു കൊടുത്തതും കാണിച്ചു കൊടുത്തതുമായ കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ കുട്ടികൾക്ക് കഴിഞ്ഞു. ഭക്ഷ്യദിനം. കുട്ടികൾക്കായി ഭക്ഷ്യദിന ക്വിസ് നടത്തി. കുട്ടികൾ ഭക്ഷ്യദിനം പ്രമേയമായി വരുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കി. തുടർന്ന് സ്കൂളിൽ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വളരെ ഹെൽത്തിയായ അധ്യാപകരും രക്ഷിതാക്കളും തയ്യാറാക്കിയ വിഭവങ്ങൾ മാത്രമാണ് ഈ മേളയിൽ ഉൾപ്പെടുത്തിയത്. 30-ലധികം രുചികരമായ വിഭവങ്ങൾ കൊണ്ട് ഭക്ഷ്യമേള ഏവരുടെയും നാവിനെയും മനസ്സിനെയും ഒരുപോലെ കീഴടക്കി. ഉച്ചയ്ക്ക് ശേഷം എസ്. പ്രദീപ് ശങ്കരമംഗലം ഭക്ഷ്യദിന ബോധവൽക്കരണ ക്ലാസ് നടത്തി. വളരെ സരസമായ രീതിയിൽ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും മനസ്സിൽ അറിവിൻ്റെ മധുചഷകം പകർന്നു നൽകിയ പ്രദീപ് സാറിനെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ വർഷത്തെ കാഞ്ഞിരപ്പള്ളി പ്രവൃത്തി പരിചയ കലാമേളകളിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പ്രവൃത്തി പരിചയ മേളയിൽ പാഴ്വസ്തുക്കളുടെ നിർമ്മാണത്തിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ആദിത്യ CR 1ാം സ്ഥാനം നേടിയത് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ ധാരാളം സ്കൂളുകൾ ഒന്നിനൊന്ന് മികവ് പുലർത്തിയ സയൻസ് ശേഖരണത്തിൽ അഭിഷേക്, ആദിദേവ് എന്നീ കുട്ടികൾ 2ാം സ്ഥാനത്തെത്തിയത് കാഞ്ഞിരപ്പള്ളി സബ് ജില്ലയിൽ തന്നെ നമ്മുടെ യശസ് ഉയർത്തിയ ഒന്നാണെന്ന് നിസ്സംശയം പറയാം. വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്കൂളിൽ ഇത്തവണത്തെ ശിശുദിനാഘോഷം നടത്തി. കുട്ടികൾ പരസ്പരം ചിൽഡ്രൻസ് ഡേ ഗ്രീറ്റിംഗ് കാർഡുകൾ കൈമാറി. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾക്ക് അധ്യാപകർ ബാഡ്ജുകൾ അണിയിച്ചു കൊടുത്തു. ഭാവിയിൽ തനിക്ക് ആരാകണം എന്നതിനെക്കുറിച്ച് അവർ സംസാരിച്ചു. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അവർക്ക് മധുരമൂറും പായസം നൽകി. ശിശുദിന റാലി നടത്തി. ഞങ്ങളാണ് ഇന്നത്തെ താരം എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ആഘോഷങ്ങൾ വഴിതെളിച്ചു. ലയൺസ് ക്ലബിൻ്റെയും അമിത ഐ കെയർ തിരുവല്ലയുടെയും സഹകരണത്തോടെ തമ്പലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്തു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ രക്ഷകർത്താക്കളും കുട്ടികളും എത്തിച്ചേരുകയും വാർഡ് മെമ്പർ അമ്പിളി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30-ന് രാവിലെ 9:30-ന് സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി നടന്നു. ഒരു തൈ നടാം, അഹിംസയുടെ തണലൊരുക്കാം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് തൈ വിതരണം ചെയ്തു. ഫീൽഡ് ട്രിപ്പിൻ്റെ ഭാഗമായി 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും കുട്ടികളെ ഉൾപ്പെടുത്തി തമ്പലക്കാടിലെ റബ്ബർ ബാൻഡ് ഫാക്ടറി സന്ദർശിക്കുകയുണ്ടായി. സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള അംഗൻവാടികൾ സന്ദർശിക്കുകയും അവരുമായി നല്ല ബന്ധം പുലർത്തിപ്പോരുകയും ചെയ്തു വരുന്നു. കൂടാതെ LSS പരീക്ഷയ്ക്ക് വളരെ മികച്ച രീതിയിലുള്ള പരിശീലനമാണ് ഞങ്ങൾ നൽകി വരുന്നത്. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന സ്റ്റുഡൻറ് സേവിംഗ് സ്കീമിൽ എല്ലാ കുട്ടികളും അംഗങ്ങളാവുകയും എല്ലാ മാസവും നല്ലൊരു തുക നിക്ഷേപിച്ചു വരികയും ചെയ്യുന്നു. 3ാം ക്ലാസ് വിദ്യാർത്ഥിനി അനുശ്രീ അരുൺ സ്റ്റേറ്റ് ലെവൽ അബാക്കസ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് നേടി തിളക്കമാർന്ന നേട്ടം കൈവരിച്ചു. അനുശ്രീക്ക് അഭിനന്ദനങ്ങൾ. നമ്മുടെ സ്കൂളിൻ്റെ ഉന്നമനത്തിനായി നിരന്തരം പരിശ്രമിക്കുന്ന വാർഡ് മെമ്പർ അമ്പിളി ഉണ്ണികൃഷ്ണൻ, PTA പ്രസിഡന്റ് ശ്രീജ അരുൺ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുൽഫിക്കർ സാർ, കാഞ്ഞിരപ്പള്ളി BRC, രക്ഷകർത്താക്കൾ, നാട്ടുകാർ തുടങ്ങി ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സ്നേഹത്തോടെ